നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 14ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 14ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ 6ാമത്തെ ചാപ്റ്ററിൽ സ്റ്റോർസിനെ കുറിച്ചാണ് പറയുന്നത്, സ്റ്റോറുകൾ. അപ്പോൾ സ്റ്റോറുകൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസിൻ്റെ, പൊതുജനങ്ങളുടെ ആവശ്യത്തിലേക്കായിട്ട് ഒരു ജീവനക്കാരൻ്റെ കൈവശം വരുന്ന എല്ലാ വസ്തുക്കളും പദാർത്ഥങ്ങളും സ്റ്റോറുകൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പൊതുജനത്തിൻ്റെ ആവശ്യത്തേക്കാർ പൊതുജനങ്ങൾക്ക് സർവീസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീവനക്കാരൻ്റെ കൈവശം വരുന്ന എല്ലാ വസ്തുക്കളെയും പദാർത്ഥങ്ങളെയും പൊതുവെ മൊത്തത്തിൽ സ്റ്റോറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഈ സ്റ്റോറുകൾ എന്ന ലിസ്റ്റിൽ ഇന്ധനം, ചാർക്കോള്, ബാറ്ററി പ്രൊഡക്റ്റ്, പണം അഥവാ ക്യാഷ്, ഡോക്യുമെന്റ്സ്, ഇതൊന്നും സ്റ്റോറുകളുടെ വിഭാഗത്തിൽ വരുന്നതല്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൊതുവെ നമ്മൾ ഗവൺമെന്റ് ഇതല്ലാതെ വരുന്ന ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന സ്ഥാപനങ്ങളാണ് എയ്ഡഡ് സ്കൂളുകൾ. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചും പൊതുഫണ്ട് ഉപയോഗിച്ച് സാധനം വാങ്ങുന്ന സംഗതികളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കേരള ഫിനാൻഷ്യൽ കോഡിലെ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ അവരും ബാധ്യസ്ഥരാണ്. എയ്ഡഡ് സ്കൂള് മാനേജർമാരും അല്ലെ എയ്ഡഡ് സ്കൂളിന്റെ അതോറിറ്റികളും ഈ പൊതുഫണ്ട് ഉപയോഗിച്ച് സാധനം വാങ്ങുമ്പോൾ ഫിനാൻഷ്യൽ കോഡിലെ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണ്. ഇപ്പൊ അതിന് പൊതുവെ പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിലുള്ള സ്പെഷ്യൽ ഫീസുകൾ, ഇപ്പൊ സ്പെഷ്യൽ ഫീസ് 9, 10 ക്ലാസ്സുകളിലും മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 8 വരെ സ്പെഷ്യൽ ഫീസ് ഇല്ല. അപ്പോൾ 9, 10 ക്ലാസ്സുകളിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ഫീസ്, ആ സ്പെഷ്യൽ ഫീസ് കളക്ട് ചെയ്തതിന് ശേഷം ട്രഷറികളിൽ PD അക്കൗണ്ടിലാണ് സൂക്ഷിക്കുന്നത്. ആ PD അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നമ്മളൊരു പർച്ചേസിങ് നടത്തണമെങ്കിൽ, ഒരു സ്റ്റോറുകൾ വാങ്ങണമെങ്കിൽ അതിനും ഈ കേരള ഫിനാൻഷ്യൽ കോഡിലെ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും അതിനും പാലിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഇനി സ്റ്റോറുകൾ വാങ്ങുന്ന ഉത്തരവാദപ്പെട്ടത് ആരാണ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ കണ്ടിൻജന്റ് ചെലവുകൾ വഹിക്കുന്നതിന് പറ്റുന്ന ഒരു ഗവൺമെന്റ് ജീവനക്കാരന് ബഡ്ജറ്റ് അപ്രോപ്രിയേഷന് വിധേയമായിട്ട്, അതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തൻ്റെ വകുപ്പിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഒരു സാധനങ്ങൾ ഈ സ്റ്റോർസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളെ മനസ്സിൽ വരണം. അത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബഡ്ജറ്റിൽ അതിന് തുക വകയിരുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഈ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വകുപ്പിലെ HOD ആയാലും ആരായാലും അദ്ദേഹം ഉറപ്പിക്കേണ്ടതാണ്. ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ഒരു തുക വെച്ചിട്ട് മാത്രമേ നമുക്ക് പർച്ചേസിങ് നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പൊ സാധാരണഗതിയിൽ ഇത്തരത്തിൽ പർച്ചേസിങ് നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും പർച്ചേസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ബഡ്ജറ്റിൽ അപ്രോപ്രിയേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഈ ബന്ധപ്പെട്ട പർച്ചേസിന് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടാവും. AS അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടെന്നും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അതാത് HOD-മാർക്കാണ്. HOD-മാരെന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതായത് വകുപ്പ് മേധാവികൾക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം. പിന്നെ നമ്മളിങ്ങനെ പർച്ചേസിങ് വേണ്ട കാര്യങ്ങളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ബൾക്ക് പർച്ചേസ് ആവശ്യമുള്ള, വലിയ തോതിലുള്ള പർച്ചേസ് ആവശ്യമുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളാണ് PWD ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇവയ്ക്കൊക്കെ എന്നിവ ആ കാറ്റഗറിയിൽ വരുന്നവർക്കൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്പെഷ്യൽ റൂൾസ് ഈ പർച്ചേസിന് വേണ്ടിയിട്ട് കേരള ഫിനാൻഷ്യൽ കോഡിന് പുറമെ സ്പെഷ്യൽ റൂൾസ് കൂടി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോലീസിലാണെങ്കിൽ പോലീസ് മാനുവൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്.
ഇപ്പൊ സാധാരണഗതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകേണ്ടത് HOD മാരാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്, വകുപ്പ് മേധാവിമാരാണ്. എന്നാൽ ചില ഐറ്റങ്ങൾ ലക്ഷറീസ് ഐറ്റങ്ങളായിട്ടുള്ള എന്ന് നമ്മൾ കരുതപ്പെടുന്ന റേഡിയോ, റെഫ്രിജറേറ്റർ, ഓഡിയോ വിഷ്വൽ എക്യുപ്മെന്റ്സ്, മൈക്രോസ്കോപ്പ്, സ്കൂട്ടർ, ജനറേറ്റർ എന്നിവ വാങ്ങാൻ അനുമതി നൽകാൻ വേണ്ടി HOD മാർക്ക്, വകുപ്പ് മേധാവികൾക്ക് അധികാരം ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇനി സാധാരണഗതിയിൽ ഈ ഒരു പർച്ചേസിങ് ഓരോ വർഷവും പർച്ചേസിങ് നടക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ വർഷവും വാങ്ങലുകൾ നടക്കുന്നുണ്ട്, പർച്ചേസിങ് നടക്കലുണ്ട്. അപ്പോൾ അത്തരത്തിൽ പർച്ചേസിങ് നടത്തുന്നതിന് മുമ്പ് ഓരോ വർഷവും ഫോറം നമ്പർ 13 ഒരു വാർഷിക ഇൻഡന്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കേണ്ടതാണ്. ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ശരിക്ക് പറഞ്ഞാൽ സാധനങ്ങൾക്കുള്ള ഓർഡർ എന്നാണ്. അപ്പോൾ സാധനങ്ങൾക്കുള്ള ഓർഡർ നമ്മൾ അഥവാ ഇൻഡന്റ്, വാർഷിക ഇൻഡന്റ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ ഇൻഡന്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏകദേശ ചെലവ് എത്രയാണ്, വാങ്ങുന്ന സാധനങ്ങളുടെ ഏകദേശ വില എത്രയാണ്, അതിന് മറ്റെന്തെല്ലാം ചിലവുകൾ വരും. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനങ്ങളുടെ ഇൻഡന്റുകൾ തയ്യാറാക്കുമ്പോൾ ആ വർഷത്തേക്ക് ഏറ്റവും പിന്നെ എത്രത്തോളം ആവശ്യമായി വരും എന്ന കാര്യവും ഇൻഡന്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ആവശ്യമായി വരും എന്ന് മുൻകൂട്ടി കാണണം. ആ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇൻഡന്റ് തയ്യാറാക്കുക. കഴിഞ്ഞ 3-5 വർഷങ്ങളിലെ സാധനങ്ങളുടെ നമ്മൾ കണക്കെടുക്കുമ്പോൾ അത്തരത്തിൽ പിന്നെ അതിൻ്റെ ഒരു ശരാശരി ഉപയോഗം ഒരു വർഷത്ത് നമുക്ക് അപ്പോൾ കിട്ടും. കഴിഞ്ഞ 3-5 വർഷങ്ങളിലെ കണക്കെടുക്കുമ്പോൾ ഓരോ വർഷത്തെയും ശരാശരി ഉപയോഗം നമുക്ക് അതിലൂടെ കിട്ടും. അപ്പോൾ ഉപയോഗം കുറഞ്ഞു വരികയാണെങ്കിൽ ആനുപാതികമായ കുറവ് ഈ ഇൻഡന്റ് തയ്യാറാക്കുന്ന വർഷത്തിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നടത്തിയിട്ട് വേണം ഇൻഡന്റ് തയ്യാറാക്കാൻ. അപ്പോൾ ഒരു ഗ്രാജുവൽ ഡിക്രീസ് ഉണ്ടാവും. അത് ആ വർഷവും ഉണ്ടാക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഫണ്ടാണ്, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. ആ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. കുറേ പണം, ആ പണം കൊണ്ട് കുറേ സാധനങ്ങൾ, ആവശ്യമില്ലാത്ത അത്രയും സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ് പണം ദുർവ്യയം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇൻഡന്റ് തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തയ്യാറാക്കേണ്ടത് വാർഷിക ഇൻഡന്റ് ആണ്. അതാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പൊ സാധനങ്ങൾ ഞാൻ പറഞ്ഞു, സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കുന്നതിന് ഫണ്ട് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അഥവാ ഭരണാനുമതി നേടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ആ ബന്ധപ്പെട്ട വാങ്ങുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. പിന്നെ വലിയ തുകയ്ക്കുള്ള, ഉയർന്ന തുകയ്ക്കുള്ള വാങ്ങലുകൾക്ക് ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമാണ്. സാധാരണഗതിയിൽ ഓരോ വകുപ്പുകൾക്കും അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളതുമായ സാധനങ്ങളുടെ തുടർച്ചയായ സപ്ലൈക്കുള്ള ഭരണാനുമതി ഉറപ്പുവരുത്തുന്നതിനുള്ള ചുമതല ഒരു വകുപ്പ് മേധാവിക്കാണ്. ഇതൊരു സാധാരണ കാര്യമാണ്, എല്ലാ വർഷങ്ങളിലും നടക്കുന്ന കാര്യമാണ്. തുടർച്ചയായിട്ട് സാധനങ്ങൾ വേണ്ടിവരും ഒരു വകുപ്പിന്. അതിൻ്റെ തുടർച്ചയായ സപ്ലൈ, അതിനുള്ള AS, ഭരണാനുമതി, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കേണ്ടത് വകുപ്പ് മേധാവി തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വകുപ്പ് മേധാവികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിൻ്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതിൻ്റെ ഫണ്ട് ലഭ്യമാണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് അപ്രോപ്രിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫണ്ട് ലഭ്യമാണ് എന്നുറപ്പ് വരുത്തണം. 2, ഇത്തരം കാര്യങ്ങൾക്ക് ഭരണാനുമതി ഉണ്ടായിരിക്കണം. ഇനി വകുപ്പ് മേധാവിയുടെ അധികാര പരിധിക്കുള്ളിൽ വരാത്ത എല്ലാ വാങ്ങലുകൾക്കും നിർദ്ദേശങ്ങൾക്കും ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പർച്ചേസ് കമ്മിറ്റി ഉണ്ടാവും. ആ പർച്ചേസ് കമ്മിറ്റിയാണ് ഇത് പരിഗണിക്കുന്നത്. അതായത് വകുപ്പ് മേധാവി HOD, അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ അധികാര പരിധിക്കുള്ളിൽ വരാത്ത പർച്ചേസുകൾ, വാങ്ങലുകൾ പരിഗണിക്കുന്നത് ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ പർച്ചേസ് കമ്മിറ്റിയാണ്. സാധാരണഗതിയിൽ ഒരു പർച്ചേസിങ് നടത്തണമെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസർ ടെൻഡർ വിളിച്ചുകൊണ്ട് മാത്രമേ പർച്ചേസിങ് നടത്താൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ.
എന്നാൽ ചില കാര്യങ്ങളിൽ ഈ പർച്ചേസിങ്ങിന് ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാർക്കുള്ള യൂണിഫോം വാങ്ങുന്നതിന് ടെൻഡറുകൾ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പർച്ചേസിങ് നടത്തുമ്പോൾ ടെൻഡറുകൾ വിളിക്കേണ്ടാത്ത കേസുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുമ്പോൾ ഈ സ്റ്റോറുകൾ എന്ന് പറയുന്ന ഈ പർച്ചേസിംഗ് എന്ന് പറയുന്ന സ്റ്റോർ പർച്ചേസ് എന്ന് പറയുന്നത് വലിയ ഒരു ഏരിയ ആണ്. വളരെ വിപുലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും സെന്റൻസ് ബൈ സെന്റൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസിലൊക്കെ തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റും ഈ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയുള്ള പോയിന്റ്സ് അതിൽ വരും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ വളരെ നന്നായി കവർ ചെയ്യാൻ വേണ്ടി കഴിയും. ആ രീതിയിലാണ് ഈ പാഠങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ടെൻഡർ സിസ്റ്റത്തിലേക്ക് പോവാം. ടെൻഡർ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത് സാധാരണഗതിയിൽ ഏതൊരു പർച്ചേസിങ് നടത്തണമെങ്കിലും ടെൻഡറുകൾ ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ആ ടെൻഡറുകൾ ക്ഷണിക്കുന്നതിന് ടെൻഡറുകൾ വേണ്ടാത്ത കേസുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യത്തേത് ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാർക്കുള്ള യൂണിഫോം വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ വാങ്ങാവുന്നതാണ്. പിന്നെ വേറെ ഒന്ന്, സാധാരണ വകുപ്പുകളിലെ ബുക്കുകളും മാസികകളും ഒക്കെ വാങ്ങുന്നതിന് 15,000 രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസിന്, ബുക്കുകളും മാസികകളും വകുപ്പുകളിൽ വാങ്ങുന്ന 15,000 രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസിന് നമ്മൾ ടെൻഡറുകൾ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഈ ബുക്കും മാസികയാണെങ്കിലും 15,000-ന് മുകളിലാണെങ്കിൽ അതിന് അല്ലെങ്കിൽ കൊട്ടേഷൻ ക്ഷണിക്കേണ്ടതാണ്. പിന്നെ അടുത്തതുള്ളത് ടെൻഡർ ക്ഷണിക്കേണ്ടാത്തത് ചെറിയ പർച്ചേസുകൾ, വളരെ ചെറിയ പൈസകൾക്കുള്ള പർച്ചേസുകൾക്കും പിന്നെ ടെൻഡറുകൾ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് ഗവൺമെന്റ് സോഴ്സുകളിൽ നിന്നുള്ള പർച്ചേസുകളാണ്. അപ്പോൾ ഇവയ്ക്കൊന്നും ടെൻഡറുകൾ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട 3-4 പോയിന്റ് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ടെൻഡറുകൾ വേണ്ടാത്ത കുറേ കാറ്റഗറീസ് ഉണ്ട്. അത് ബാക്കി നമ്മൾക്ക് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ടെൻഡറിന്റെ ഒരു സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ 10 ലക്ഷം രൂപയ്ക്ക് 3 തരം ടെൻഡറുകളാണ് നമുക്ക് സാധാരണഗതിയിൽ പറയാറ്. 1 ലക്ഷം രൂപയ്ക്കും മുകളിലുള്ള, പൊതുവെ 1 ലക്ഷം രൂപയ്ക്കും മുകളിലുള്ള എല്ലാ മൂല്യം വരുന്ന സംഖ്യകൾക്കുള്ള പർച്ചേസുകൾക്ക് ടെൻഡർ നിർബന്ധമാണ്. എന്നാൽ 15,000 രൂപ മുതൽ 1 ലക്ഷം വരെയുള്ള തുകകൾ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോർ പർച്ചേസിങ് നടത്തുമ്പോൾ അവയ്ക്ക് കൊട്ടേഷൻ മതി. ടെൻഡറുകൾ വേണമെന്നില്ല, കൊട്ടേഷൻ നിർബന്ധവുമാണ്. ഇനി ഗവൺമെന്റ് സോഴ്സിൽ നിന്നും, നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരം ഗവൺമെന്റ് സോഴ്സിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ടെൻഡർ വേണ്ട. ഈ ഗവൺമെന്റ് സോഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, സ്റ്റേറ്റ്, പബ്ലിക് സെക്ടർ, ഇൻഡസ്ട്രി എന്നിവയൊക്കെയാണ് ഇവിടെ നമ്മൾ ഗവൺമെന്റ് സോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ടെൻഡർ സിസ്റ്റം പറഞ്ഞു. ടെൻഡർ 3 തരം ടെൻഡറുകളാണുള്ളത്. ഒന്ന് ഓപ്പൺ ടെൻഡർ, രണ്ടാമത്തത് ലിമിറ്റഡ് ടെൻഡർ, മൂന്നാമത്തത് സിംഗിൾ ടെൻഡർ. 3 തരം ടെൻഡറുകളാണ് ഉള്ളത്. ഇത് നമ്മൾ ഓരോ ടെൻഡറുകളെ കുറിച്ചും, ഓപ്പൺ ടെൻഡറിനെ കുറിച്ച്, ലിമിറ്റഡ് ടെൻഡറിനെ കുറിച്ചും സിംഗിൾ ടെൻഡറിനെ കുറിച്ചും അത് എങ്ങനെയാണ് എന്താണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓപ്പൺ ടെൻഡർ എന്ന് പറയുന്നത് അതിന് പരസ്യം മുഖേന ടെൻഡർ വിളിക്കുന്നതാണ് ശരിക്കും ഈ ഓപ്പൺ ടെൻഡർ എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് ചെയ്യേണ്ട സ്റ്റോറുകളുടെ ഏകദേശ മൂല്യം 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു സംഖ്യക്കാണ് നമ്മൾ പർച്ചേസിങ് നടത്തണമെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്പൺ ടെൻഡറിലൂടെ മാത്രമേ നമുക്കത് വാങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെ വാങ്ങാനേ പാടുള്ളൂ. അപ്പൊ ഇതിന് അങ്ങനെ ഒരു ടെൻഡർ നമ്മൾ നടത്തുമ്പോൾ വിപുലമായ, വളരെ വ്യാപകമായ ഒരു പരസ്യം നൽകേണ്ടതാണ്.
അപ്പോൾ അതിൽ ഒന്ന് ഗസറ്റിൽ തന്നെ പരസ്യം ചെയ്യണം. കേരള ഗസറ്റിന്റെ സ്റ്റോർ പർച്ചേസ് ഷീറ്റ് ഉണ്ട്. ആ സ്റ്റോർ പർച്ചേസ് ഷീറ്റിൽ പിന്നെ ദർഖാസ് നോട്ടീസുകൾ പ്രസിദ്ധപ്പെടുത്തണം. ഒന്ന് ഒന്നോ അതിലധികമോ പ്രാദേശിക നല്ല സർക്കുലേഷനുള്ള ഒന്നോ അതിലധികമോ പ്രാദേശിക ഭാഷാ പത്രങ്ങളിൽ പിന്നെ ഈ ടെൻഡറിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം. ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ 2 പതിപ്പുകളിൽ പിന്നെ ഇത് പ്രസിദ്ധീകരിക്കണം. ഇത്രയും വളരെ ഇത്തരത്തില് ഗസറ്റില്, ഭാഷാപത്രങ്ങളില്, ഇംഗ്ലീഷ് പത്രങ്ങളില് ഇത്തരത്തില് വളരെ വിപുലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു പരസ്യം ചെയ്തതിന് ശേഷം, അതിൻ്റെ ടെൻഡറുകൾ ക്ഷണിച്ച് പരസ്യം ചെയ്തതിന് ശേഷം മാത്രമേ പർച്ചേസിങ് നടത്താവുകയുള്ളൂ. എന്നാൽ കേരളത്തിലെ നന്നായിട്ട് ലഭ്യമായിട്ടുള്ള ചില സ്റ്റോറുകളാണ് കരി, വിറക് പിന്നെ തുടങ്ങിയ സ്റ്റോറുകൾ. അത്തരം സ്റ്റോറുകൾക്ക് അവയുടെ വാങ്ങലിന് പ്രാദേശിക പത്രങ്ങളിൽ അത് കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ സംഖ്യയ്ക്ക് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ എങ്കിലും അത് പ്രാദേശിക പത്രങ്ങളിൽ പരസ്യം ചെയ്യേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള സാധനങ്ങളാണ് കരിയും വിറവും ഒക്കെ ആ വിഭാഗത്തിൽ വരുന്നത്. അത്തരത്തിലുള്ള ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ പരസ്യം ചെയ്താൽ മാത്രമേ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ കുറേ പേര് കൊണ്ടുവന്നിട്ട് നമുക്ക് ടെൻഡർ തരും. ടെൻഡറിൽ പങ്കെടുക്കാൻ ഒരുപാട് ആൾക്കാർ വരും. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അതിൽ മത്സരമാവും. ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ സാധനങ്ങൾ ലഭ്യമാവുള്ളൂ. അപ്പോൾ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് അത്തരത്തിൽ പ്രാദേശിക പത്രങ്ങളിൽ കൂടി നമ്മൾ പരസ്യം കൊടുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വലിയ ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങളും വലിയ യന്ത്രങ്ങളുടെയൊക്കെ പർച്ചേസിങ് നടത്തുമ്പോൾ നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് പുറമെ, അതായത് വലിയ യന്ത്രങ്ങൾ, ഭാരം കൂടിയ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യേണ്ട യന്ത്രങ്ങൾ ഒക്കെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്തിൽ, പർച്ചേസ് നടത്തുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ഗസറ്റ് പബ്ലിഷ് ചെയ്യും അക്കാര്യം. അതിനു പുറമെ ഇന്ത്യൻ ട്രേഡ് ജേർണലിലും പരസ്യം ചെയ്യേണ്ട. ഇന്ത്യൻ ട്രേഡ് ജേർണൽ എന്ന് പറയുന്ന ഒരു ജേർണലുണ്ട്. ആ ജേർണലിലും പരസ്യം ചെയ്യേണ്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ വളരെ വിപുലമായ പരസ്യം ചെയ്ത് പർച്ചേസിങ് നടത്തുമ്പോൾ മാത്രമേ നമുക്ക് കുറഞ്ഞ റേറ്റിൽ, വളരെ ലിമിറ്റഡ് നമ്പർ ആകുമ്പോൾ അവർ ടെൻഡറിൽ വിളിക്കുന്ന തുക കുറയില്ല. അപ്പോൾ കൂടുതൽ മത്സരം ഉണ്ടാക്കി മാത്രം നമ്മൾ പർച്ചേസിങ് നടത്തുമ്പോൾ നമുക്ക് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നതാണ്. അതാണ് നമ്മൾ ഓപ്പൺ ടെൻഡറിനെ കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ലിമിറ്റഡ് ടെൻഡറിനെ കുറിച്ചാണ്. ഇനി ലിമിറ്റഡ് ടെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ടെൻഡറിൻ്റെക്കാൾ ലേശം കൂടി താഴെയാണ് ലിമിറ്റഡ് ടെൻഡറിന്റെ ഒരു സ്ഥാനം. അതായത് സാധാരണഗതിയിൽ 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള പിന്നെ സംഖ്യക്കുള്ള പർച്ചേസിങ് നടത്തുമ്പോൾ വേണമെങ്കിൽ ലിമിറ്റഡ് ടെൻഡർ നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു സാഹചര്യം പറയുമ്പോൾ വ്യാപകമായിട്ട് പരസ്യം ചെയ്ത് ടെൻഡർ സ്വീകരിക്കുന്നത് പൊതു താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് കരുതുന്നതിന്, അങ്ങനെ കരുതിയാൽ വ്യാപകമായി ഇങ്ങനെ പരസ്യം ചെയ്യുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമാണെന്നും, എന്നാൽ അത് കൂടാതെ ഇങ്ങനെ ടെൻഡറൊക്കെ ക്ഷണിച്ച് നമുക്ക് സാധനം വാങ്ങുമ്പോൾ വളരെയധികം ടൈം പിടിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടില്ല. അങ്ങനെ വളരെ വളരെ അത്യാവശ്യമായി സാധനം വേണ്ട സമയത്തും നമുക്ക് ലിമിറ്റഡ് ടെൻഡർ സിസ്റ്റം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ 2 കാരണങ്ങളാണ് ലിമിറ്റഡ് എന്തുകൊണ്ട് പിന്നെ ഓപ്പൺ ടെൻഡർ സിസ്റ്റം നമ്മൾ സ്വീകരിക്കാത്ത സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇങ്ങനെ വ്യാപകമായി പരസ്യം ചെയ്യുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായി സാധനം വേണ്ട സമയമാണ്, അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ടെൻഡറിലേക്ക് പോകുന്നില്ല, ലിമിറ്റഡ് ടെൻഡർ എടുക്കാം, അത്തരം കാര്യങ്ങൾ ഒരു പർച്ചേസ് ഓഫീസറിന് ബോധ്യമുള്ള സമയത്ത് ലിമിറ്റഡ് ടെൻഡർ സ്വീകരിക്കാം. 2 സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇങ്ങനെ വലിയ പരസ്യം നൽകുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമാണ്. 2, ഈ സാധനം നമുക്ക് വളരെ അത്യാവശ്യമായി വേണ്ടതാണ്.
അപ്പോൾ ഒരു ഓപ്പൺ ടെൻഡറിന്റെ പ്രൊസീജിയറൊക്കെ നടന്നു വരുമ്പോഴത്തേക്ക് കാലങ്ങൾ കുറേ പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ രണ്ട് കാര്യങ്ങളിൽ പർച്ചേസ് ഓഫീസർക്ക് ബോധ്യമുള്ള സമയത്ത് നമുക്ക് ലിമിറ്റഡ് ടെൻഡർ സ്വീകരിക്കാം. പക്ഷെ നമ്മൾ ഈ ലിമിറ്റഡ് ടെൻഡർ സ്വീകരിക്കാനുള്ള കാരണം നമ്മൾ അതിൽ രേഖപ്പെടുത്തണം. ആ കാരണം അക്കൗണ്ടന്റ് ജനറലിനെ നമ്മൾ അറിയിക്കുകയും വേണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലിമിറ്റഡ് ടെൻഡർ സ്വീകരിക്കുന്ന ആ സമയത്തും മിനിമം 4 ടെൻഡർ എങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് അതിൽ പ്രത്യേകമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം. ഇനി നമ്മൾ പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് സിംഗിൾ ടെൻഡർ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ചെറിയ തുകയ്ക്കുള്ള സിംഗിൾ ടെൻഡർ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതാണ്. ചെറിയ തുകയ്ക്കുള്ള ചില പ്രത്യേക ഏജൻസികളുടെ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പോൾ അതായത് പിന്നെ അവരുടെ മാത്രം കുത്തകയായിരിക്കുന്ന ചില സാധനങ്ങളുണ്ട് ചില പ്രത്യേക ഏജൻസികളുടെ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ പ്രയോജനകരമല്ല എന്ന് പർച്ചേസിംഗ് ഓഫീസർക്ക് ബോധ്യമാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിംഗിൾ ടെൻഡർ സ്വീകരിക്കാം. അപ്പോൾ സിംഗിൾ ടെൻഡർ സ്വീകരിക്കുന്നത് പിന്നെ ശരിക്കും അതൊരു പ്രൊപ്രൈറ്ററി സ്വഭാവത്തിലുള്ളതും മത്സരം ശരിയല്ലാത്തതുമായ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഓർഡറുകൾക്ക് ഈ രീതി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഈ പർച്ചേസിംഗ് ഓഫീസർക്ക് അത്തരം കാര്യങ്ങൾ ബോധ്യമായാൽ അയാൾക്ക് ഒരു സിംഗിൾ ടെൻഡർ ഒരു പർച്ചേസിങ്ങിന് സ്വീകരിക്കാം. ഈ 3 തരം ടെൻഡറുകളിൽ സിംഗിൾ ടെൻഡർ എന്ന് പറയുന്ന രീതി സ്വീകരിക്കാം. അപ്പോൾ അത് ഒരു പ്രത്യേക ഏജൻസികളുടെ സാധനം നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങേണ്ടി വരുമ്പോഴാണ്. അത് അവരുടെ അടുത്ത് മാത്രമേ അത് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സാധനം അവരുടെ അടുത്ത് തന്നെ വാങ്ങേണ്ടി വരികയാണ്. അപ്പൊ ഇതിന് നമുക്ക് അല്ലെങ്കിൽ ഇതിൽ ഒരു മത്സരം ഉണ്ടാക്കിയിട്ട് അത് പ്രയോജനകരമല്ല എന്ന് പർച്ചേസിംഗ് ഓഫീസർക്ക് ബോധ്യമാകുന്ന ഒരു സാഹചര്യം വരും. അത്തരം സാഹചര്യങ്ങൾ പർച്ചേസിംഗ് ഓഫീസർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അയാൾക്ക് സിംഗിൾ ടെൻഡർ സിസ്റ്റത്തിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രൈവറ്റ് പർച്ചേസ് സിസ്റ്റമാണ് ഈ സിംഗിൾ ടെൻഡർ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? പ്രൈവറ്റ് പർച്ചേസ് സിസ്റ്റം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ അധികം ആരെയും പങ്കെടുപ്പിക്കുന്നില്ല, ഒരു പ്രത്യേക ഏജൻസിയിൽ നിന്ന് മാത്രം അങ്ങ് മേടിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ഇനി നമ്മൾ അടുത്ത് പറയേണ്ടത് ഗവൺമെന്റ് സോഴ്സുകളിൽ നിന്നുള്ള പർച്ചേസിനെ പറ്റിയാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളും പൊതുമേഖലാ വ്യവസായശാലകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരെ ഉൽപാദനം ആരംഭിച്ച് 5 വർഷത്തിനുള്ളിൽ ആണെങ്കിൽ ടെൻഡർ ഇല്ലാതെ വിലപേശലിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നെഗോഷിയേഷനാണ്. നെഗോഷിയേഷനിലൂടെ നമുക്ക് വിലയുറപ്പിച്ച് ടെൻഡറുകൾ കൂടാതെ വാങ്ങാവുന്നതാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങള്, വ്യവസായശാലകള്, അല്ലെ ഗവൺമെന്റ് സോഴ്സുകള്, അവ ഉൽപാദനം ആരംഭിച്ച് 5 വർഷത്തിനുള്ളിലാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് നെഗോസിയേഷനിലൂടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വിലപേശലിലൂടെ നമുക്ക് ഈ സാധനങ്ങൾ ടെൻഡർ കൂടാതെ വാങ്ങാവുന്നതാണ്. എന്നാൽ 5 വർഷത്തിന് ശേഷമായിട്ടാണെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡറിലൂടെ മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ടെൻഡറിലൂടെയൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് 10%, സംസ്ഥാനത്തിനകത്തുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് 5% വില മുൻഗണന നൽകിക്കൊണ്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഒരു ഗവൺമെന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ഒരു സാധനം വാങ്ങുന്നു. ആ സാധനത്തിന് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സോഴ്സിൽ ഒരു ഉദാഹരണത്തിന് 100 രൂപയ്ക്ക് ആണ് നമുക്ക് നമ്മളുടെ പിന്നെ കേരളത്തിനകത്ത് കിട്ടുക. 100 രൂപയ്ക്ക് ആ സാധനം കിട്ടും എന്ന് വിചാരിക്കുക. അത് കേരളത്തിന് പുറത്ത് 90 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ നമ്മൾ ഈ 100 രൂപയ്ക്ക് കിട്ടുന്ന കേരളത്തിലെ സാധനമാണ്, ആ കമ്പനിയാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. കാരണം 10% അവിടെ വില മുൻഗണന ഇവർക്ക്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകണം എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു സാധനത്തിന്, പൊതുമേഖല അല്ലെങ്കിൽ ഗവൺമെന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഗവൺമെന്റ് സോഴ്സിൽ ഒരു സാധനത്തിന് 100 രൂപയാണ് വില. എന്നാൽ കേരളത്തിന് പുറത്ത്
അത് 90 രൂപയ്ക്ക് കിട്ടും. കേരളത്തിനകത്ത് മറ്റ് ഏജൻസികളിൽ നിന്ന് 95 രൂപയ്ക്കും കിട്ടുമെങ്കിൽ നമ്മൾ ഈ ഗവൺമെന്റ് സോഴ്സിൽ നിന്ന് തന്നെ 100 രൂപയ്ക്കാണ് വാങ്ങേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സോഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥാപനത്തിന് 10% ഈ ഗവൺമെന്റ് സോഴ്സിന് വില മുൻഗണന നൽകണമെന്നാണ്. അപ്പോൾ പുറത്ത് 100 രൂപയ്ക്ക് കിട്ടുമെങ്കിലും ഗവൺമെന്റ് സോഴ്സിൽ കേരളത്തിനകത്ത് 100 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ ഈ 100 രൂപയ്ക്ക് കിട്ടുന്ന ഗവൺമെന്റ് സോഴ്സിൽ നിന്നാണ് നമ്മൾ മേടിക്കേണ്ടത്. അപ്പോൾ അതാണ് പറഞ്ഞത്. സംസ്ഥാനത്ത് പുറത്തുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് 10%, സംസ്ഥാനത്തിനകത്തുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് 5% വില മുൻഗണന ഗവൺമെന്റ് സോഴ്സുകളിലുള്ള കമ്പനികൾക്ക് നൽകണം എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ നമ്മൾ വില മുൻഗണനയ്ക്ക് പരിഗണിക്കുന്ന വില സെയിൽസ് ടാക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ളതായിരിക്കണം. അതിൽ സെയിൽസ് ടാക്സ് വരാൻ പാടില്ല. സെയിൽസ് ടാക്സ് ഉൾപ്പെടെയല്ല, സെയിൽസ് ടാക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ സാധാരണഗതിയിലെ വകുപ്പ് തലവന്മാരും ഓഫീസർമാരും ഒക്കെ ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ അവ വാങ്ങുന്നതിന് മുമ്പ്, അത് ഗവൺമെന്റ് സോഴ്സിൽ നിന്നാണെങ്കിൽ പോലും ഗവൺമെന്റിന്റെ ഭരണാനുമതിയും പർച്ചേസ് സാങ്ഷനും നിർബന്ധമായിട്ടും നേടിയിരിക്കേണ്ടതാണ്. അതാണ് മറ്റൊരു പോയിന്റ്. ഇനി നമുക്ക് ടെൻഡർ ഫോമുകൾ ഉണ്ട്. ടെൻഡർ ഫോമുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ ടെൻഡറിൽ പങ്കെടുക്കുന്നവരെ തുറന്ന ടെൻഡറുകൾ വഴി സാധനങ്ങൾ വാങ്ങാൻ തീരുമാനമെടുക്കുന്ന ഏതൊരു ഓഫീസറും താൻ പുറപ്പെടുവിക്കുന്ന നിർദ്ദിഷ്ട ഫോറത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കൊമേഴ്സ്യൽ ലെറ്റർ പേപ്പറിലോ ആണ് അവ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ടെൻഡറുകൾ പുറപ്പെടുവിക്കുന്ന സമയത്ത് ആ ഓഫീസർ, ആ ടെൻഡർ പുറപ്പെടുവിച്ച ഓഫീസർ പുറപ്പെടുവിക്കുന്ന ടെൻഡർ ഫോം, അതൊരു നിർദ്ദിഷ്ട ഫോമാണ്. ആ ഫോം അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കൊമേഴ്സ്യൽ ലെറ്റർ പേപ്പറിലോ ആണ് ആ ടെൻഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഓരോ പർച്ചേസുകൾക്കും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള സ്കെയിലുകൾക്കനുസരിച്ചിട്ടുള്ള വില ഈടാക്കിക്കൊണ്ട് വേണം ടെൻഡർ ഫോമുകൾ ഉദ്യോഗസ്ഥൻ നൽകാൻ വേണ്ടി. അപ്പോൾ ടെൻഡർ ഫോമുകൾക്ക് വിലയുണ്ട്. അത് കൃത്യമായി ഗവൺമെന്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള ടെൻഡർ ഫോമുകൾ വിതരണം ചെയ്തിട്ട് വേണം ഈ ഉദ്യോഗസ്ഥൻ ആ ടെൻഡർ ഫോം വിതരണം ചെയ്യുമ്പോൾ അതിന്റെ പണം നമ്മൾ ഈടാക്കുകയും വേണം. അപ്പോൾ ടെൻഡർ ഫോമുകളുടെ വില എന്ന് പറയുന്നത് പണമായിട്ടോ മണി ഓർഡർ ആയിട്ടോ നമുക്ക് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. പോസ്റ്റൽ ഓർഡറോ പോസ്റ്റൽ സ്റ്റാമ്പുകൾ, ബാങ്ക് ഡ്രാഫ്റ്റുകൾ, ചെക്കുകൾ ഇവ മുഖേന ടെൻഡർ ഫോമിന്റെ വില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓൺലി ക്യാഷ് അല്ലെങ്കിൽ മണി ഓർഡർ ആയിട്ട് മാത്രമേ ഈ ടെൻഡർ ഫോമുകളുടെ വില സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ ടെൻഡർ ഫോം എന്താണെന്ന് വെച്ചാൽ, ടെൻഡർ ഫോമിൽ പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ടെൻഡർ ഫോമിൽ ടെൻഡറിന്റെ ജനറൽ കണ്ടീഷനും അതിന് പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ഒരു ടെൻഡർ ഫോം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു ടെൻഡർ ഫോം പുറപ്പെടുവിക്കണം. ആ ടെൻഡർ അപ്പോൾ അത് ഓപ്പൺ ടെൻഡറിലായിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പോൾ ഓപ്പൺ ടെൻഡറിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ടെൻഡർ ഫോം വാങ്ങിയതിന് ശേഷം വേണം ബന്ധപ്പെട്ട കക്ഷി ടെൻഡർ സമർപ്പിക്കാൻ. അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഈ ടെൻഡർ ഫോമിന്റെ വില ഈടാക്കേണ്ടതാണ്. ആ ടെൻഡർ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ടെൻഡറിന്റെ പൊതുവായ കണ്ടീഷൻസും പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും ഈ ടെൻഡർ ഫോമിൽ അടങ്ങിയിട്ടുണ്ടാവും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻഡർ ഫോമിന്റെ ഒറിജിനൽ കോപ്പി വാങ്ങിയവർക്ക് മാത്രമേ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകാൻ പാടുള്ളൂ. അപ്പോൾ ടെൻഡർ ഫോമിന്റെ ഒറിജിനൽ കോപ്പിക്കും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിക്കും പ്രത്യേകം വിലകളാണ് ഈടാക്കേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീൽ ചെയ്ത കവറിൽ മാത്രമേ ടെൻഡർ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന കാര്യമാണ് മറ്റൊരു കാര്യം. സീൽ ചെയ്ത കവറിലാണ് അത് സ്വീകരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ
സമയം മുമ്പോട്ട് ഒരുപാട് പോകുന്നത് കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. ആ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആ, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഭാഗം ഒരുപാട് കൂടുതലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭാഗവും മൊത്തത്തിൽ ഒരു ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥന് പരീക്ഷാർത്ഥിക്ക് കിട്ടുന്ന രീതിയിൽ മാത്രമാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവും. അത്തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും 1-2 തവണയൊക്കെ കേട്ടാൽ മതി. ഒരുപാട് തവണയൊന്നും ഇത് കേൾക്കേണ്ട കാര്യമില്ല. ആ കേട്ടതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ കേൾക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി നമുക്ക് മനസ്സിലാവും. പൊതുവെ ഓർമ്മിക്കുക, ഈ പേപ്പറുകളിൽ എപ്പോഴും എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒരു പേപ്പർ KFC ആണ്. അപ്പോൾ കുറച്ചുകൂടി ഇത്തിരി കൂടി ഗൗരവം KFC പഠിക്കുന്ന കാര്യത്തിൽ കൊടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.